കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയുടെ കൊലപാതകത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. കൊല്ലപ്പെട്ട ജെയ്സിയുടെ സുഹൃത്തായ ഇൻഫോ പാർക്ക് ജീവനക്കാരൻ ഗിരീഷ് കുമാറാണ് അറസ്റ്റിലായത്. ഗിരീഷ് കുമാറിന്റെ വനിതാ സുഹൃത്ത് ഖദീജയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയത്. ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രിയാണ് പ്രതി ഗിരീഷ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ജെയ്സിയുടെ സുഹൃത്താണ് ഗിരീഷ് ബാബു. സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടിരുന്ന ഇയാൾ സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ 17-ന് രാവിലെ കൂനന്തയിലെ അപ്പാർട്ട്മെന്റിലെത്തിയ പ്രതി ജെയ്സിയുമൊത്ത് മദ്യപിക്കുകയും പിന്നീട് ബാഗിൽ കരുതിയിരുന്ന ഡമ്പൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഗിരീഷ് ബാബുവിന്റെ കാമുകിയും ജെയ്സിയുടെ സുഹൃത്തുമായ ഖദീജയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ സമ്പാദിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും ജെയ്സിയുടെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുമെന്ന് കരുതി പ്രതികൾ സ്വർണവും പണവും കവർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി 2 മാസം മുന്നേ ഇരുവരും ഗൂഢാലോചന നടത്തി പദ്ധതി തയ്യാറാക്കി. പദ്ധതി പ്രകാരം കൊലപാതകം നടത്തുന്നതിന് മുന്നോടിയായി ഗിരീഷ് ബാബു 2 വട്ടം ട്രയൽ നടത്തി ജെയ്സിയുടെ ഫ്ളാറ്റിന് സമീപം വരെ വന്നുപോയിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. MCA ബിരുദധാരിയും IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒന്നാം പ്രതി CCTV ഇല്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് പ്ലാനിംഗ് നടത്തിയാണ് കൃത്യം നടപ്പിലാക്കിയത്. തുടർന്നാണ് ഫ്ളാറ്റിൽ മറ്റാരും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ച തെരഞ്ഞെടുത്തത്. ജെയ്സിയുടെ കൈകളിൽ ധരിച്ചിരുന്ന 2 സ്വർണ്ണവളകളും ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകളും പ്രതി മോഷ്ടിച്ചു. ധാരാളം ആളുകൾ അപ്പാർട്ട്മെന്റിൽ വന്നുപോകുന്നതിനാൽ സംശയം തങ്ങളിലേക്ക് വരില്ലെന്ന് പ്രതികൾ ഉറപ്പിച്ചിരുന്നു. ഫോൺ കോളുകൾ വഴി പോലീസ് അന്വേഷണം നടത്തുമെന്നതിനാലാണ് ഫോണിൽ ബന്ധപ്പെടാതെ നേരിട്ട് ഫ്ളാറ്റിലെത്തിയത്. കൊലപാതകത്തിന് ശേഷം ഇക്കാര്യം പ്രതി ഖദീജയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്പാർട്ട്മെന്റിനും പരിസരത്തും പ്രതി പലതവണ വന്നുപോയിരുന്നതായും പോലീസ് അറിയിച്ചു. ജനം, കൊച്ചി.